അങ്ങനെ വഖഫ് ബില്ല് പാർലമെന്റിൽ പാസ്സായി. ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവം? നമ്മുടെ ഭരണഘടനയിലുള്ള നിയമം, നമ്മുടെ നാട്ടിലെ നിയമം, രാജ്യത്തെ നിയമം, ആ നിയമം മാറ്റം വരുത്തണം, അമെൻമെന്റ് വരുത്തണം. അതിന് ചെയ്യേണ്ട വഴികൾ എന്താണ്? ഒന്ന്, പാർലമെന്റിൽ, ലോക്സഭയിൽ ആ വിഷയം അവതരിപ്പിക്കും. ഇതിനാണ് ബില്ല് എന്ന് പറയാം. ആ വിഷയം അവതരിപ്പിച്ച് പാർലമെന്റിലെ മെമ്പർമാർ അതിന് വോട്ട് ചെയ്യും. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വോട്ട് കിട്ടിയത് അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ? അനുകൂലിച്ചാണ് എന്നുണ്ടെങ്കിൽ അതവിടെ പാസ്സായി എന്ന് പറയും. അതിനുശേഷം അത് രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിൽ പോയാലും തന്നെ തീർച്ചയായിട്ടും അവിടെ നിന്നും ഇതേപോലെ ഒരു വോട്ടെടുപ്പ് നടത്തും. ആ വോട്ടെടുപ്പ് നടത്തിയിട്ട് അതിൽ ആരാ ജയിക്കുന്നത്? അനുകൂലിച്ചിട്ടാണെങ്കിൽ അത് അവിടെ പാസ്സായി എന്ന് പറയും. അതും കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതി അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ബില്ല് പാസ്സാവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ വന്നാൽ ആ നിയമം അവിടെ റെഡിയായി. അതായത് നിയമം മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് നിയമനിർമ്മാണ സഭകൾ എന്നൊക്കെ പറയുന്നത്. ഇവിടെ പ്രശ്നം എന്താണ്? പുതിയതായിട്ട് വന്ന വഖഫ് ഭേദഗതി, വഖഫ് നിയമങ്ങളുടെ ഭേദഗതി, അതിൻ്റെ ബില്ലാണ്. അത് പുതിയ നിയമമായി മാറാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വഖഫുമായി ബന്ധപ്പെട്ട എന്തോ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യം, സീരിയസ് പലപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണത് കാര്യം എന്നുള്ളത്. വഖഫ് പറഞ്ഞാൽ എന്താണ്? വഖഫ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ മതപരമായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടെ അവരുടെ ദൈവപ്രീതി കാക്ഷിച്ച്, അള്ളാഹുവിൽ നിന്നും കിട്ടുന്ന ഗുണം കാക്ഷിച്ച് അവരുടെ സമ്പത്ത് അതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഒരു മിക്കവാറും പള്ളിയുടെ പേരിലോ മദ്രസയുടെ പേരിലോ അങ്ങനെയൊക്കെ അവരതിന് വേണ്ടിയിട്ട് ഇഷ്ടദാനം കൊടുക്കുന്നു. അതിന് വഖഫ് എന്ന് പറയും. സത്യത്തിൽ കാലം ഇത്രയും ആ വിഷയത്തിൽ മറ്റൊരു ഇടപെടലുകൾ ഉണ്ടാവാറില്ല. ഒരു പള്ളിക്ക് വഖഫ് ഇതാണെങ്കിൽ അത് അത്രത്തോളം പ്രാധാന്യത്തോടു കൂടെയാണ് കാണുന്നത്. കാരണം എന്താണ്? അത് പള്ളിയുടെ സമ്പത്താണ്, അതിൽ മറ്റൊരു കൈകടത്തലുകൾ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട്. ആ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ആളുകൾ, കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംസ്ഥാനത്തിനും അതൊരു വഖഫ് ബോർഡ് ഉണ്ടാവും. രാജ്യത്ത് അതൊരു കൗൺസിൽ ഉണ്ട്. എങ്ങനെയാണ് ഇതിൽ നിയമം മാറ്റങ്ങൾ വരുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ടീം അത് കൈകാര്യം ചെയ്യും. അതിന് കുറേ നിയമവശങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു വഖഫ് ബോർഡ് ഉള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുതിയ നിയമത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന് അതിലെന്തെങ്കിലും ഒരു തരത്തിലുള്ള ചർച്ചകൾ വേണ്ടി വന്നാൽ ഓരോ ജില്ലയുടെയും കലക്ടർമാർക്ക് അതിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. കലക്ടർമാർ പിന്നെ ഈ വിഷയം വന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഇങ്ങനെ നിയമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. കലക്ടർക്ക് എന്ത് പറയാം? ഇത് നമ്മുടെ ഗവൺമെന്റിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു നിയമം അപകടകരമായ നിയമമാണ്. അതിന് തന്നെ മറ്റൊരു ഭാഗം, പല ഭാഗങ്ങളുണ്ട്. അതിന് മറ്റൊരു ഭാഗം എന്താണ്? ഇതിലേക്ക് അംഗങ്ങളെ നിയമിക്കാൻ. ഇപ്പം ഈ വഖഫ് ബോർഡാണെങ്കിൽ അതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പല രൂപത്തിലാണ്. അത് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ആളുകളെയാണ് നിയമിക്കാറുള്ളത്. അത് ഈ രാജ്യത്തുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള ദേവസ്വം ബോർഡുണ്ട്. ഈ ദേവസ്വം ബോർഡ് അതിലേക്ക് അംഗങ്ങളെ ആരാ നിയമിക്കുന്നത്? അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിയമിക്കുമ്പോൾ അതിന് വോട്ട് ചെയ്യാറുണ്ട്. നിയമസഭയിലെ മെമ്പർമാർ, MLA വോട്ട് ചെയ്യും. ഈ നിയമസഭയിലെ മെമ്പർമാർ അതിന് വോട്ട് ചെയ്യുമ്പോൾ ആരാ വോട്ട് ചെയ്യുന്നത്? മുസ്ലിങ്ങളായ MLA അതിൽ വോട്ട് ചെയ്യാറില്ല. അവർക്ക് അതിന് വോട്ടവകാശമില്ല. അതിന് വോട്ട് ചെയ്യേണ്ടത് ഹിന്ദുക്കളാണ്. കാരണം അത് അവരുടെ ആഭ്യന്തര വിഷയമല്ലേ, അത് കൈകാര്യം ചെയ്യേണ്ടവരല്ലേ, അത് അവരാണ് വോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ടവകാശം വേണം, ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ അംഗത്വം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആത്മാർത്ഥം എല്ലാവർക്കും അറിയാമല്ലോ. എന്തിനാണ് ആ ഒരു രൂപത്തിൽ. അതേപോലെ വഖഫ് ബോർഡിലേക്ക് ഇനി ഹിന്ദുക്കളെ പ്രവേശിപ്പിക്കണം, 4 അംഗങ്ങളെ വരെ പ്രവേശിപ്പിക്കാം. അതുപോലെ തന്നെ വഖഫ് വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് രാജ്യത്തിന് നൽകണം. ഇങ്ങനെയാണ്. ഇത് എത്രമാത്രം അപകടകരമാണ്. ഈ ഒരു ഗവൺമെന്റിൽ നിന്നും ഇതിലപ്പുറം പ്രതീക്ഷിച്ച് നമ്മളാണ് പ്രശ്നക്കാർ. ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം, അതിൽ സംശയമൊന്നുമില്ല. ഈ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ കാര്യമായി എടുത്തു പറയത്തക്ക ഒരു കാര്യവും സംഭാവനകളും ചെയ്യാത്ത ഒരു വിഭാഗം നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. ഈ രാജ്യം ഭരിക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയും ഞങ്ങൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനാണ്, ഇസ്ലാമിനെ എംപവർ ചെയ്യിപ്പിക്കാനാണ് എന്നൊക്കെ. എല്ലാ തരത്തിലും, ഏതൊക്കെ തരത്തിൽ ഈ പറയപ്പെട്ട മുസ്ലിങ്ങളെ ഇവിടെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കോളർഷിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് ഒരു രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കി. അങ്ങനെ എത്ര കാര്യങ്ങൾ. എന്താ ഇതിനൊക്കെ പരിഹാരം? കൃത്യമായിട്ട് ഇവിടെ
അത്തരം ഒരു വിഷയമല്ല. ഒരു മുസ്ലിങ്ങളെല്ലാവരും ഒന്നിക്കണം, എന്നിട്ട് രാജ്യത്തിനെതിരെ പോരാടണം എന്നല്ല പറയുന്നത്. മുസ്ലിങ്ങൾ എല്ലാവരും എന്നുള്ളതോട് കൂടെ തന്നെ ഈ രാജ്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ ഒന്നിച്ച് ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ഇവിടെ ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ കൃത്യമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും തുടർന്നുള്ള കാര്യത്തിൽ ഇവയെല്ലാം ദീർഘവീക്ഷണത്തോടുകൂടെ ഈ രാജ്യത്തിൻ്റെ നാശം കണ്ട് മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടെ അതിനെതിരെ ഇലക്ഷൻ സമയത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. പ്രക്ഷോഭങ്ങളിലൂടെ മാറ്റാൻ കഴിയും. പലപ്പോഴും കോടതികൾ വഴി ഒരു ഭാഗം, പ്രക്ഷോഭങ്ങളിലൂടെ മാറ്റാൻ കഴിയുന്നത് മറ്റൊരു ഭാഗം. കർഷക സമരം ഉണ്ടായി, ആ ബില്ല് അവിടെ ഇല്ലാതാക്കിയത് തീർച്ചയായിട്ടും ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെയാണ്. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി, ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരും, ഒരിക്കൽ കൂടെ പറയുന്നു, അവിടെ വർഗ വർണ്ണ വൈര വിദ്വേഷമില്ലാതെ തന്നെ മുന്നോട്ട് പോവുക